ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സ്ക്രാപ്പേഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ അസിസ്റ്റൻ്റാണ്. ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രാപ്പറെ കുറിച്ചാണ്. സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഹൈ സ്പോട്ടൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഇൻട്രൊഡക്ഷൻ. നെസസിറ്റി ഓഫ് എ സ്ക്രാപ്പി സർഫസ്. മെഷീൻഡ് ഓർ ഫയൽ ഫിനിഷ്ഡ് സർഫസസ് ആർ നോട്ട് പെർഫെക്റ്റ്ലി ട്രൂ ഫോർ എ നമ്പർ ഓഫ് റീസൺസ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പല രീതിയിൽ നമുക്കൊരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക, അല്ലെ മെഷീൻ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഇങ്ങനെ എങ്ങനെ ഫിനിഷ് ചെയ്താലും ആ മെഷീൻ പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് സർഫസ് ആവണമെന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇഫ് എ വെരി ട്രൂ സർഫസ് ഈസ് നീഡഡ്, ദ ഹൈ സ്പോട്ട്സ് മസ്റ്റ് ബി ലൊക്കേറ്റഡ് ആൻഡ് റിമൂവ്ഡ്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് സർഫസ് വേണമെങ്കിൽ അതിൽ ചെറിയ ഉയർച്ച താഴ്ചകൾ, ചെറിയ ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. ദിസ് ഈസ് യൂഷ്വലി ഡൺ ബൈ ഹാൻഡ് സ്ക്രാപ്പിംഗ്. ഇങ്ങനെയുള്ള ചെറിയ ഹൈ സ്പോട്ടൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ക്രാപ്പർ. സ്ക്രാപ്പേഴ്സ് ആർ യൂസ്ഡ് ടു കറക്റ്റ് സ്ലൈറ്റ് എറേഴ്സ് ഓൺ ആൾ ഫ്ലാറ്റ് ഓർ കർവ്ഡ് സർഫസസ് ദാറ്റ് മസ്റ്റ് ബി ഫിനിഷ്ഡ് മോർ ഡെക്കറേറ്റ്ലി. അപ്പോൾ സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ എററൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ചെറിയ കർവ്ഡ് സർഫസൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ക്രാപ്പർ. സ്ക്രാപ്പിംഗ് ഈസ് യൂസ്ഡ് to produce a high degree of fit between two flat or two curved surfaces, particularly where the surfaces can rub together in use. അപ്പോൾ സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റിംഗ് വർക്കിൽ അത് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയതായിട്ട് മെറ്റൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കർവ്ഡ് സർഫസിനും ഫിറ്റിംഗ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ മെറ്റലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രാപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഫിനിഷ് സ്ക്രാപ്പിംഗ് ഈസ് യൂസ്ഡ് ടു റിമൂവ് മൈന്യൂട്ട് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. ഫിനിഷ് സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ എമൗണ്ടൊക്കെ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിനിഷ് സ്ക്രാപ്പിംഗ്. അടുത്ത ഹൈ സ്പോട്ട്സ് ആൻഡ് ബാരിങ് സർഫസസ്. ഓൺ ദി സർഫസ് പ്ലേറ്റ് അപ്ലൈ ദ കോട്ടിംഗ് ഓഫ് പ്രഷ്യൻ ബ്ലൂ ഓർ റെഡ് ലെഡ് മിക്സഡ് വിത്ത് ഓയിൽ. അപ്ലൈ യൂസ്ഡ് കാർബൺ ബ്ലേസിംഗ് ഓഫ് ദ ജോബ്. അപ്പോൾ അതിൽ നമ്മൾ സ്ക്രാപ്പിംഗ് ചെയ്യാൻ വേണ്ടി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ ഹൈ സ്പോട്ട് ഉള്ളത് അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു പിഗ്മെൻ്റ് അല്ലെ പ്രഷ്യൻ ബ്ലൂ ഇതിന് മുകളിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം സർഫസ് പ്ലേറ്റിന് മുകളിൽ ചെറുതായിട്ട് ഈ പ്രഷ്യൻ ബ്ലൂ അല്ലെങ്കിൽ പിഗ്മെൻറ്റ് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നു. അത് ഒന്നുകിൽ നമുക്ക് പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റെഡ് ലെഡ് ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. പ്ലേസിങ് ദ ജോബ് ടു ബി സ്ക്രാപ്പ്ഡ്. Move the job under light downward pressure, keeping all edges of the job within the limits of surface. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് സ്ക്രാപ്പ് ചെയ്യേണ്ട ജോബ് ഈ സർഫസ് പ്ലേറ്റിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റായിട്ട് മൂവ് ചെയ്യിക്കുക. ജസ്റ്റ് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിലൊക്കെ ചെറിയ ഹൈ സ്പോട്ടിൽ മാത്രം ഇത് പറ്റിപ്പിടിച്ച് നടക്കുന്നത് കാണാൻ പറ്റുന്നുള്ളൂ. കെയർഫുള്ളി ലിഫ്റ്റ് ഓഫ് ദ ജോബ് ഫോർ എ പെർപെൻഡിക്കുലർ ആക്ഷൻ. അതിനുശേഷം ആ ജോബ് അതിന് മുകളിൽ നിന്ന് എടുക്കുക. സ്റ്റഡി ദ പാസ് ഓഫ് മാർക്കിംഗ് കോമ്പൗണ്ട് ബിഫോർ യു ബിഗിൻ ടു സ്ക്രാപ്പിംഗ്. സ്ക്രാപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് മുകളിലെ ഓരം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ തള്ളി നിൽക്കുന്ന ഭാഗത്ത് മാത്രമായിട്ട് ഈ പ്രഷ്യൻ ബ്ലൂ കാണാം നമുക്ക്. ഫസ്റ്റ് ടെസ്റ്റ് ഹാവിങ് 3 ഷൈനി പാച്ചസ്, ഓൺലി 3 ഷുഡ് ബി സ്ക്രാപ്പ്ഡ്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഹൈ സ്പോട്ട് മാത്രം തെളിഞ്ഞു വരും, അവിടെ മാത്രം നമ്മൾ സ്ക്രാപ്പ് ചെയ്യാം. സെക്കൻഡ് ടെസ്റ്റ് ഹാവിങ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്കിംഗ് കോമ്പൗണ്ട്. അതിനുശേഷം വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഐ സ്പോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ടൈപ്സ് ഓഫ് ബെയറിംഗ് കോൺടാക്ട് ഒബ്റ്റൈൻഡ്. ചിത്രം ശ്രദ്ധിക്കുക. മെറ്റൽ കോൺടാക്ട് വിത്ത് ദി സർഫസ് പ്ലേറ്റ്, ദ പോയിൻറ്റ്സ് ഹാവ് ബീൻ റബ്ഡ് ഷൈൻലി. അപ്പോൾ ആദ്യം ആ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ 1 കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഹൈ സ്പോട്ട്സ് ആണ്. 2 എന്നുള്ളത് അതിന് താഴെയുള്ള ഹൈ സ്പോട്ട്സ് ആണ്. 3 എന്നുള്ളത് ഏറ്റവും താഴെയുള്ള ഹൈ സ്പോട്ട്സ് ആണ്. 3 ഹൈ സ്പോട്ടുകൾ ഹൈറ്റ് കൂടിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നത്.
They have been conducted with a marking compound and colored by it. The portion is called normal contact point. രണ്ടാമത്തെ പോയിൻ്റാണ് കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിൻ്റ് ഏറ്റവും മുകളിലുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ് വീണ്ടും നമ്മൾ ചെയ്തിട്ട് അത് കളർ കൊടുത്തിട്ട് കളറ് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും അത് റിമൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം 1, പിന്നെ 2, പിന്നെ 3 എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഇതിലാണ് പറയുന്നത്. നോൺ കോണ്ടാക്റ്റ് പോയിൻ്റ് ഹാവ് നോട്ട് ബീൻ കോണ്ടാക്ട് വിത്ത് ദി മാർക്കിംഗ് കോണ്ട്. അത് കുറേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രം കാണിച്ചിരിക്കുമ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും തന്നെ പ്രഷ്യൻ ബ്ലൂ അപ്ലൈ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ദ പാച്ചസ് ഓഫ് ഗ്രേറ്റർ ഇൻ നമ്പർ ഓഫ് സൈസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഐ സ്പോട്ട്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യാം. ദ എൻലാർജ്ഡ് വ്യൂ ഓഫ് ദ പാറ്റേൺ സ്ക്രാപ്പിംഗ് മാർക്ക് ഓർ സ്മാൾ പാച്ചസ് ഷോൺ ഫിഗർ. അങ്ങനെ കുറേ ചെയ്യുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് പ്രഷ്യൻ ബ്ലൂ അപ്ലൈ ചെയ്തായിട്ട് കാണാൻ പറ്റും. നോക്കാം, ചിത്രത്തിൽ കാണാൻ പറ്റും. ഏകദേശം കുറേയൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. ഫർദർ ടെസ്റ്റിംഗ് സ്ക്രാപ്പിംഗ് വുഡ് പ്രൊഡ്യൂസ് മോർ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാർജർ നമ്പർ ഓഫ് സ്മാൾ സൈസ്ഡ് പാച്ചസ്. അപ്പോൾ അതിനുശേഷം കുറേ നോക്കിയാൽ കൂടുതൽ നമ്പർ സ്മാൾ പാച്ചസ് നമുക്ക് കാണാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സ്ക്രാപ്പറിനെ കുറിച്ചാണ്. ചിത്രത്തിൽ നോക്കിയാൽ പലതരത്തിലുള്ള സ്ക്രാപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രാപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള സ്ക്രാപ്പർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ്, ഫോർ സ്ക്രാപ്പിംഗ് ഫ്ലാറ്റ് സർഫസസ്. ഒരു ഫ്ലാറ്റ് സർഫസ് സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അതിനുപയോഗിക്കുന്നതാണ് ഫ്ലാറ്റ് സ്ക്രാപ്പേഴ്സ്. ഫ്ലാറ്റ് സ്ക്രാപ്പേഴ്സ് വിത്ത് റെക്ടാങ്കുലർ ബ്ലേഡ്സ്. അതിൻ്റെ അറ്റത്തിൽ ഇത് സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ക്രാപ്പറിൻ്റെ ഷാർപ്പ്നെസ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു കത്തി പോലുള്ള ഷാർപ്പ്നെസ് അല്ല. അതിൻ്റെ റെക്ടാങ്കുലർ എഡ്ജസിൽ ഉള്ള ഷാർപ്പ്നെസ് ആണ്. ഒരു കത്രികയുടെ കട്ടിംഗ് പോയിൻ്റ് പോലുള്ളതാണ് സ്ക്രാപ്പറിൻ്റെ കട്ടിംഗ് പോയിൻ്റ്. ദിസ് യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ലാർജ് ഫ്ലാറ്റ് സർഫസസ്. വലിയ ഫ്ലാറ്റ് സർഫസൊക്കെ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദി വർക്കിംഗ് എഡ്ജ് ഈസ് നോട്ട് തിക്കർ ദാൻ 3 mm. ഇതിൻ്റെ വർക്കിംഗ് എഡ്ജ് സാധാരണ 3 mm മാത്രം തിക്നെസ് ഉണ്ടാവാറുള്ളൂ. അതിൽ കൂടുതൽ തിക്നെസ് ഉണ്ടാവാറില്ല. അടുത്തത് വേറെ തരം സ്ക്രാപ്പറാണ് ഹുക്ക് സ്ക്രാപ്പേഴ്സ് വിത്ത് റെക്ടാങ്കുലർ ബ്ലേഡ്സ്. ഹുക്ക് സ്ക്രാപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ഹുക്ക് സ്ക്രാപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ദ സെൻറ്റർ പോർഷൻ ഓഫ് ലാർജ് ഫ്ലാറ്റ് സർഫസ് വേർ നോട്ട് കൺവീനിയൻറ്റ് ടു യൂസ് ഫ്ലാറ്റ് സ്ക്രാപ്പർ. ഇപ്പോൾ ഹുക്ക് സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് വലിയ ഫ്ലാറ്റ് സർഫസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് സാധാ ഫ്ലാറ്റ് സ്ക്രാപ്പർ ഉപയോഗിക്കാതെ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് കർവ്ഡ് സർഫസ് ചെയ്യുന്ന മോഡാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ഹാഫ് റൗണ്ട് സർഫസസ്. ചെറിയ ഹാഫ് റൗണ്ട് സർഫസും കർവേച്ചറുള്ള സർഫസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബെയറിംഗ് സർഫസിനും ചെയ്യാൻ പറ്റും. ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ ഈസ് എ കർവ്ഡ് സ്ലൈറ്റ്ലി ടുവാർഡ്സ് എ കർവ്ഡ് സർഫസസ്. ചെറിയൊരു കർവ്ഡ് ബോഡി ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്ക്രാപ്പ് ബെയറിംഗ് ബ്ലോക്സ് ഓർ ബ്രാസസ്. പ്രഷർ ഈസ് അപ്ലൈഡ് റേഡിയൽ ഡയറക്ഷൻ ആൻഡ് കട്ടിംഗ് എഡ്ജ് മൂവ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഇറ്റ്സ് ലെങ്ത്. ഇതിലുപയോഗിക്കുന്നത് നമ്മൾ ചെറിയ ബെയറിംഗ് ബ്ലോക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ റൗണ്ട് സർഫസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോ ദാറ്റ് സ്ക്രാപ്പിംഗ് മാർക്സ് ആർ സർക്കംഫറൻഷ്യൽ. അതുകൊണ്ട് തന്നെ ഇതിൽ സ്ക്രാപ്പിംഗ് മാർക്ക് റൗണ്ട് ഷേപ്പിലുള്ള സ്ക്രാപ്പിംഗ് മാർക്കായിരിക്കും ഇതിന് ഉണ്ടാവാറ്. അടുത്തത് നോക്കിയോളൂ, 3 സ്ക്വയർ ഓർ ട്രയാങ്കുലർ സ്ക്രാപ്പർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ അറ്റത്ത് ഒരു കൂർത്ത പോലുള്ള ഭാഗം ഉണ്ടായിരിക്കും. അതാണ് 3 സ്ക്വയർ. ഈച്ച് ഓഫ് 3 ഫേസസ് ആർ ഹോളോ. ഈ 3 ഭാഗത്തും ഫേസസ് ഉണ്ടാവുന്നതിന്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് സ്മാൾ ഡയമീറ്റർ ഹോൾസ് ആൻഡ് ഡീബറിംഗ് എഡ്ജ് ഓഫ് അക്യുറേറ്റ് ഹോൾസ്. ഇത് ഉപയോഗിക്കുന്നത് ചെറിയ ഡയമീറ്റർ ഹോൾസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. അതേമാതിരി എഡ്ജൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദ കട്ടിംഗ് എഡ്ജ് ഈസ് മൂവ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഇറ്റ്സ് ലെങ്ത്. അതിൻ്റെ കട്ടിംഗ് എഡ്ജ് ഇത് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് നമ്മളിത് മൂവ് ചെയ്യുന്നത്. അടുത്തത് ബുൾനോസ് സ്ക്രാപ്പറാണ്. ഷേപ്പ് കണ്ടാൽ നോക്കിയാൽ വലിയ റൗണ്ട് ഷേപ്പാണ് ഇതിനുള്ളത്. ബുൾനോസ് സ്ക്രാപ്പർ ഈസ് ഫോർജ്ഡ് ടു എ ഡിസ്ക് ലൈക്ക് എൻഡ്. ഇതിൻ്റെ അറ്റം ഒരു ഡിസ്കിനെ പോലെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രാപ്പിംഗ് ലാർജ് ബെയറിങ്സ്. വലിയ ബെയറിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് 2 ways, either with circumferential movement of a flat scraper or with a longitudinal movement of flat scraper. ഇത് 2 രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മൾ ഒന്നുകിൽ
റൗണ്ട് എഡ്ജിലൊക്കെ അല്ലെങ്കിൽ ഹാഫ് റൗണ്ട് എഡ്ജിലൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് നീളത്തിലും നമുക്ക് സാധാ പ്ലെയിൻ സർഫസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ നമുക്കിത് ഉപയോഗിക്കാം. രണ്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടും ഈ ബുൾനോസ് സ്ക്രാപ്പർ ഉപയോഗിക്കാം. ഇനി സ്പെസിഫിക്കേഷൻ ഓഫ് സ്ക്രാപ്പറാണ് പറയുന്നത്. സ്ക്രാപ്പർ മെറ്റീരിയൽ ഹൈ ഗ്രേഡ് ടൂൾ സ്റ്റീൽ ഓർ സ്പെഷ്യൽ അലോയ് സ്റ്റീൽ ആൻഡ് ടങ്സ്റ്റൺ കാർബൺ ടിപ്ഡ് ടൂൾ. ഇത് സ്ക്രാപ്പർ ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈ ഗ്രേഡ് സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്, അതേ സ്പെഷ്യൽ അലോയ് സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ടങ്സ്റ്റൺ ടിപ്ഡ് ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പെസിഫിക്കേഷൻ: ദി ഓവറോൾ ലെങ്ത് ഓഫ് ബ്ലേഡ് ആൻഡ് ഹാൻഡിൽ മേ റേഞ്ച് ഫ്രം 150 to 500 mm. ഇത് സാധാരണഗതിയിൽ ഈ ബ്ലേഡിൻ്റെ ലെങ്ത്ത് വരുന്നത് 150 മുതൽ 500 mm വരെ വരുന്നുണ്ട്. ഇനി ഹോൾഡിംഗ് പൊസിഷൻ ഓഫ് ഫ്ലാറ്റ് സ്ക്രാപ്പർ. ഫ്ലാറ്റ് സ്ക്രാപ്പർ നമ്മൾ എങ്ങനെ സ്ക്രാപ്പിംഗ് ചെയ്യുന്നു ആണ് പ്രധാനം. ദി ഹാൻഡിൽ ഓഫ് സ്ക്രാപ്പർ ഈസ് ഹെൽഡ് പുഷ്ഡ് റൈറ്റ് ഹാൻഡ്. വലത് കൈയിൽ ഇത് ആണ് നമ്മളിത് പിടിക്കുന്നത്. ഹോൾഡ് ദ റൈറ്റ് എൽബോ ഔട്ട് ഓഫ് ഫ്രം ദി ബോഡി ആൻഡ് ബിഗിനിങ് ഫോർവേഡ് കട്ടിങ്. ഫോർവേഡ് കട്ടിങ് സ്റ്റോപ്പിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ആസ് യു ഫിനിഷ് ദ ഷോർട്ട് കട്ടിങ് സ്റ്റോക്ക് ബ്രിങ് ദ എൽബോ ഇൻ ടു ബോഡി. നമ്മൾ ചെറിയ കട്ടിങ് ആണെങ്കിൽ നമ്മളെ കൈമുട്ട് ബോഡിയോട് ചേർത്ത് വയ്ക്കാം. ദ ബ്ലേഡ് ഈസ് ഗൈഡഡ് ആൻഡ് പ്രസ്ഡ് ഡൗൺ ദ ലെഫ്റ്റ് ഹാൻഡ്. ഇടത് കൈ ഉപയോഗിച്ച് നമ്മൾ ആ സ്ട്രാപ്പറിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കാം. ഗ്രാസ്പ് ദ ബ്ലേഡ് വിത്ത് ദി റൂട്ട് ഓഫ് ദി ലിറ്റിൽ ഫിംഗർ അബൌട്ട് 40 mm 50 mm ടു കട്ടിങ് എഡ്ജ്. ഒരു 40-50 mm ചെറിയ ഗ്യാപ്പിൽ നമുക്കിത് പിടിക്കാൻ പറ്റും, വിട്ട് പിടിക്കാം. കേൾ ദ ലിറ്റിൽ ഫിംഗർ സെക്കൻഡ് ഫിംഗർ ലൈറ്റ്ലി അറൗണ്ട് ബ്ലേഡ്. ആ ബ്ലേഡിൻ്റെ ചുറ്റും ചെറിയ വിരൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ദ ഫസ്റ്റ് ഫിംഗർ ലൈസ് ലൂസ്ലി അറൗണ്ട് ദി ബ്ലേഡ് തമ്പ് ലെസ് ടോപ്പ് ഓഫ് ദി ബ്ലേഡ് റൈറ്റ് ആംഗിൾ ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ ചെറുതായിട്ട് ശരിക്കും പ്രസ് ചെയ്ത് പിടിക്കുക. ഇതിന് ഹോൾഡിംഗ് പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. ഒരു 30 ഡിഗ്രി ചരിച്ചാണ് ഇത് വെക്കാറ്. ദ വർക്ക് ആവറേജ് ഹാർഡ്നെസ് ഓഫ് ബ്ലേഡ് ഹെൽഡ് അറ്റ് ആംഗിൾ ഓഫ് 30 ഡിഗ്രി ടു സർഫസ്. 30 ഡിഗ്രി ചരിവിലാണ് ഇത് വെക്കാറ്. ഫോർ വെരി ഹാർഡ് വർക്ക് ദ ആംഗിൾ മേ ബി ഗ്രേറ്റർ വൈൽ ദ സോഫ്റ്റ് മെറ്റൽസ് ആംഗിൾ മേ ബി ഡിക്രീസ് ഇറ്റ് അബൌട്ട് 20 ഡിഗ്രി. ഇതിൽ ഹാർഡ് വർക്കാണെങ്കിൽ നമ്മൾ ആംഗിൾ കൂട്ടാം, അത് പക്ഷേ സോഫ്റ്റ് വർക്കാണെങ്കിൽ ഇതിലെ ആംഗിൾ കുറയ്ക്കാം. After scraping one general direction and testing the surface plate, change the general direction of scraping about 90 degree. ഒരു ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ മറുഭാഗത്തും ചെയ്യാം, രണ്ട് ഭാഗം ഒരേപോലെ ചെയ്യാം. ഇനി സ്ക്രാപ്പറിൻ്റെ കെയറാമെൻറ്റ്സ് ആണ് പറയുന്നത്. സ്ക്രാപ്പർ മസ്റ്റ് ഷാർപ്പ് ആൻഡ് കെപ്റ്റ് ഗുഡ് കണ്ടീഷൻഡ് ഹാൻഡിൽ. നല്ല രൂപത്തിൽ നല്ല ഹാൻഡിലൊക്കെ ഇട്ട് വൃത്തിയായി സൂക്ഷിക്കുക. കവർ ദ കട്ടിംഗ് എഡ്ജ് വിത്ത് റബ്ബർ ഓർ ലെതർ സ്ട്രീത്ത്. ആ കട്ടിംഗ് എഡ്ജ് ശരിയായി കവറിങ് ചെയ്യാം ലെതർ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട്. ആഫ്റ്റർ യൂസ് അപ്ലൈ ഗ്രീസ് ഓൺ കട്ടിംഗ് എഡ്ജ് ടു അവോയ്ഡ് കൊറോഡിങ്. ഉപയോഗിച്ച ശേഷം തുരുമ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്യാം. സ്ക്രാപ്പർ ഷുഡ് നോട്ട് ഫാൾ ഡൗൺ ഫ്രം ദ ബെഞ്ച്. സ്ക്രാപ്പർ ഒരിക്കലും താഴേക്ക് വിടാൻ ശ്രദ്ധിക്കുക. ഡോണ്ട് മിക്സ് വിത്ത് അതർ ടൂൾ. മറ്റൊരു ടൂളായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. ഒറിജിനേറ്റിംഗ് ട്രൂ ഫ്ലാറ്റ് സർഫസസ് ബൈ 3 plate മെത്തേഡ്. അടുത്തത് വിറ്റ്വർത്ത് മെത്തേഡ് പ്രകാരം 3 പീസസ് എങ്ങനെ ഒരേപോലെ ഫിനിഷ് ചെയ്യാമെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 3 പീസ് ഒരേപോലെയുള്ള പീസ് എങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഹൗ ഡസ് ദ വൺ ഒബ്റ്റെയിൻ ഫ്ലാറ്റ് സർഫസ്. എങ്ങനെയാണ് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസ് ഉണ്ടാക്കാം. ഇറ്റ് ഈസ് ഈസി ടു സേ ദാറ്റ് ദി സ്ക്രാപ്പ്ഡ്, ബട്ട് ഹൗ ഡസ് ദി നോ വേർ ടേക്ക് ഐസ് സ്പോട്ട്. എവിടെയാണ് ഐസ് സ്പോട്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. ഇഫ് 3 plate ആസ് കമ്പയർഡ് വിത്ത് 1 another in alternate pairs, they will only mate perfectly in all positions when they are absolutely flat. അപ്പോൾ അതിനുശേഷം 3 പീസ് ഒരേപോലെ എങ്ങനെ ഫ്ലാറ്റാക്കി എടുക്കുക എന്നാണ് ഇത് പറയുന്നത്. ഫയൽ ആൻഡ് എൻഷുർ ദാറ്റ് ആൾ ദ 3 plates ആർ ഫിനിഷ്ഡ് ദ സൈസ് ആൻഡ് സ്ക്വയർ. ആദ്യമായിട്ട് നമുക്ക് വർക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് 3 പീസ് ഒരേപോലെ എടുക്കുകയാണ് വേണ്ടത്. സ്റ്റാമ്പ് ദ പ്ലേറ്റ്സ് എക്സ് ആൻഡ് വൈ ആൻഡ് സെഡ് ഇൻ ദി ലെറ്റർ പഞ്ച്. ഒരു ലെറ്റർ പഞ്ച് ഉപയോഗിച്ച് നമുക്കതിൽ എക്സ് വൈ സെഡ് എന്ന് മാർക്ക് ചെയ്യാം. Apply a very thin coating of Prussian blue on the plates X and Y where are to be scrapped. അതിനുശേഷം ഇതിന് മുകളിൽ എക്സ് വൈ സെഡ് എന്നുള്ള ലെറ്റർ പഞ്ച് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് പ്രഷ്യൻ ബ്ലൂ ഇതിന് മുകളിൽ അപ്ലൈ ചെയ്യുക. കീപ്പ് ബോത്ത് ദ പീസസ് ടുഗദർ ആൻഡ് റബ്ബ് ദ പ്ലേറ്റ്സ് ബാക്ക് ഫോർത്ത് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. തമ്മിൽ റബ്ബ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും പ്രഷ്യൻ ബ്ലൂ അപ്ലൈ ചെയ്യുക.
ഒബ്സർവ് ദി ഹൈ സ്പോട്ട് ഓൺ ദ പ്ലേറ്റ് എക്സ് ആൻഡ് വൈ റിമൂവ് സ്ക്രാപ്പിംഗ്. എക്സിനും വൈയിലും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഹൈ സ്പോട്ട് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യാം. ക്ലീൻ ദ ഫേസസ് വിത്ത് നിറ്റഡ് കോട്ടൺ ക്ലോത്ത്. അതിനുശേഷം ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് തുടയ്ക്കുക. റബ്ബ് ദി ഓയിൽ സ്റ്റോൺ ജെൻ്റലി ടു റിമൂവ് ദ ബർസ് ആൻഡ് അഗെയിൻ. ഒരു ഓയിൽ സ്റ്റോണും തേച്ചതിന് ശേഷം ചെറിയ ബർസൊക്കെ റിമൂവ് ചെയ്യുക. ക്ലീൻ ദ നിറ്റഡ് ക്ലോത്ത് വീണ്ടും തുടയ്ക്കുക. റിപ്പീറ്റ് ദ സെയിം പ്രൊസീജിയർ ടിൽ ബോത്ത് ദ ഫേസസ് ആർ മേറ്റിംഗ് ഗുഡ് ബെയറിംഗ് സർഫസസ്. അതിനുശേഷം നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തതിനു ശേഷം ഈ രണ്ട് പീസും വളരെ കറക്റ്റാക്കി എടുക്കുക. അപ്ലൈ എ തിൻ യൂണിഫോം കോട്ടിംഗ് ഓഫ് പ്രഷ്യൻ ബ്ലൂ ഇൻ ദ ഫേസ് ഓഫ് ദ പ്ലേറ്റ് സെഡ് വിച്ച് ഈസ് സ്ക്രാപ്ഡ്. അതിനുശേഷം സെഡ് എന്നുള്ള വർക്കിന് മുകളിൽ വീണ്ടും പ്രഷ്യൻ ബ്ലൂ അപ്ലൈ ചെയ്യുക. കീപ് ദ ഫേസസ് ഓഫ് പ്ലേറ്റ്സ് എക്സ് ആൻഡ് വൈ ടുഗദർ ആൻഡ് റബ്ബ് പ്ലേറ്റ്സ് ബാക്ക് ടുഗദർ. അതിനുശേഷം എക്സ് വൈ എന്നുള്ള പീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വൈൻ്റെ മുകളിൽ വീണ്ടും റബ്ബ് ചെയ്ത് കളയാം. ഒബ്സർവ് ദ ഹൈ സ്പോട്ട് ഓഫ് പ്ലേറ്റ് സെഡ് ആൻഡ് റിമൂവ് സ്ക്രാപ്പിംഗ്. അതിനുശേഷം സെഡ് എന്നുള്ള പീസ് എടുത്തതിന് ശേഷം അതിന് മുകളിൽ ഉള്ള ഹൈ സ്പോട്ട് കണ്ടെത്തിയതിന് ശേഷം അതും സ്ക്രാപ്പ് ചെയ്ത് കളയാം. ഡോണ്ട് സ്ക്രാപ്പ് പ്ലേറ്റ് എക്സ്, ദിസ് ഈസ് ടേക്കൺ ആസ് റെഫറൻസ് പ്ലേറ്റ്. അതിനുശേഷം ഒരു കാരണവശാലും എക്സ് എന്നുള്ളത് സ്ക്രാപ്പ് ചെയ്ത് അത് റെഫറൻസ് ആക്കി എടുക്കുക. റിപ്പീറ്റ് ദ സെയിം പ്രൊസീജിയർ ടിൽ ബോത്ത് ദ ഫേസസ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് മേറ്റിംഗ് വിത്ത് ഗുഡ്. അങ്ങനെ കുറേ നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3 പീസ് ഒരേപോലെ ശരിക്കും മാച്ച് ആവും. റിപ്പീറ്റ് ദ പ്രൊസീജിയർ ടിൽ ദ ഫേസസ് ഓഫ് എക്സ് ആൻഡ് വൈ മേറ്റിംഗ് വിത്ത് ഗുഡ് ബെയറിംഗ് സർഫസ്. ക്ലീൻ ദ പ്ലേറ്റ്സ് വിത്ത് കറോസിൻ. അതിനുശേഷം മണ്ണെണ്ണ ഉപയോഗിച്ച് നമുക്ക് ശരിക്കും തുടച്ച് കളയാം. യൂസ് നിറ്റഡ് കോട്ടൺ ക്ലോത്ത് ഫോർ ക്ലീനിങ്. കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. എ ഗുഡ് ബെയറിംഗ് സർഫസ് അച്ചീവ്ഡ് വെൻ 5 to 10 points are visible and uniformly distributed as per 2 cm and workpiece surface after finishing. ഫിനിഷ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ചെറിയ ഐസ് സ്പോട്ട് ഉണ്ടോ എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ക്രാപ്പേഴ്സിനെ കുറിച്ചായിരുന്നു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.